സന്തോഷമുള്ളവർ ഒരുമിച്ച് ആ നല്ല കർത്താവിനെ ശബ്ദം ഉയർത്തി സ്തുതിച്ചാട്ടെ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നിൻ തിരു പാദം നമിച്ചേ, നീ മതി നീ മതി, എപ്പോഴും നിന്നെ പാടി സ്തുതിച്ചാൽ ആനന്ദം ആനന്ദമേ, എപ്പോഴും നിന്നെ പാടി സ്തുതിച്ചാൽ ആനന്ദം ആനന്ദമേ. നല്ലവനേ വല്ലഭനേ ആരാധ്യനേ ആരാധ്യനേ, നല്ലവനേ വല്ലഭനേ ആരാധ്യനേ ആരാധ്യനേ. നീ ചെയ്ത നന്മകൾ ഓരോന്നും ഓർത്താൽ ഉള്ളം നിറയും നാഥാ, പരിശുദ്ധ രക്തം എനിക്കായി ചിന്തി നന്ദി നന്ദി നാഥാ, പരിശുദ്ധ രക്തം എനിക്കായി ചിന്തി നന്ദി നന്ദി നാഥാ, പരിശുദ്ധനേ ഉന്നതനേ ആരാധ്യനേ ആരാധ്യനേ, പരിശുദ്ധനേ ഉന്നതനേ ആരാധ്യനേ ആരാധ്യനേ. എന്തെന്തോ ഭാരങ്ങൾ ജീവിതേ വന്നാലും നിന്നെ പിരിയുകില്ല, എൻ ജീവൻ നിന്നിൽ അർപ്പിക്കും നാഥാ, നിശ്ചയം നിശ്ചയമേ, എൻ ജീവൻ നിന്നിൽ അർപ്പിക്കും നാഥാ, നിശ്ചയം നിശ്ചയമേ. നല്ലവനേ വല്ലഭനേ ആരാധ്യനേ ആരാധ്യനേ, രക്ഷകനേ യേശുനാഥാ ആരാധ്യനേ ആരാധ്യനേ, രക്ഷകനേ യേശുനാഥാ ആരാധ്യനേ ആരാധ്യനേ, രക്ഷകനേ യേശുനാഥാ ആരാധ്യനേ ആരാധ്യനേ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അല്പസമയ ദൈവവചന ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം ആമേൻ 5-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം, അവസാന ഭാഗം. പ്രൈസ് ലോർഡ്.
സൗഖ്യമാക്കുവാൻ ആമേൻ കർത്താവിൻ്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സൗഖ്യമാക്കുവാൻ കർത്താവിൻ്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. ഇന്ന് പകലിലും ആമേൻ സൗഖ്യമാക്കുവാൻ ആ ശക്തി ആമേൻ ഇന്ന് പകലിലും നമ്മളോടൊപ്പമുണ്ട്. ഞാനും ബലഹീനതയായിരിക്കുന്നു, ആമേൻ എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളും ബലഹീനതയുടെ നടുവിലായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ സൗഖ്യമാക്കുവാൻ ആമേൻ കർത്താവിൻ്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. ആ ദൈവത്തിൻ്റെ അടുക്കലാണ് നമ്മളായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ സാന്നിധ്യം ഇന്ന് പകലിൽ ചിലത് ചെയ്യുക തന്നെ ചെയ്യും. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ഉപവാസ പ്രാർത്ഥനയുടെ പ്രഭാതത്തിനായി അടിയനെൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, എനിക്ക് യാതൊരുവിധ കഴിവില്ല, യോഗ്യതയുമില്ല. പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ഈ ജനത്തോട് സംസാരിക്കണം. അങ്ങ് പറഞ്ഞ ആലോചന, അങ്ങ് പറഞ്ഞ വചനം അടിയനെടുക്കുവാനിടയായി പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ വചനത്തിലൂടെ സംസാരിക്കണമേ. കർത്താവെ, സൗഖ്യമാക്കുവാനുള്ള ദൈവത്തിൻ്റെ ശക്തി ആമേൻ ഹല്ലേലൂയ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ വചനം ശുശ്രൂഷിക്കുന്ന അടിയനെയും ഈ ശബ്ദം ശ്രമിക്കുന്ന വ്യക്തികളെയും ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് അങ്ങ് സന്ദർശിക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ സന്ദർശിക്കുന്നതിനായി സ്തോത്രം. സൗഖ്യത്തിൻ്റെ കരം, വിടുതലിൻ്റെ കരം അസ്ഥികളെയും അസ്ഥിമാംസങ്ങളെയും നാഡീ നരമ്പുകളെയും തൊട്ട് ഇന്ന് പകലിൽ വലിയ സാക്ഷ്യങ്ങൾ എഴുന്നേൽപ്പിക്കുന്നതിന് കാരണമാക്കി കർത്താവ് അങ്ങ് തീർക്കുന്നതിനായി സ്തോത്രം. വചനം ശുശ്രൂഷിപ്പാൻ അടിയനെ കർത്താവ് ബലപ്പെടുത്തണം ശക്തമായി. ആമേൻ. ദൈവത്തിൻ്റെ ഈ ആലോചനയിലൂടെ കർത്താവ് ഇന്ന് പകലിൽ നടത്തുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം അവസാന ഭാഗം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം അവസാന ഭാഗം. സൗഖ്യമാക്കുവാൻ കർത്താവിൻ്റെ ശക്തി അവനോട് കൂടെയുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകലിലും സൗഖ്യമാക്കുവാൻ അവൻ്റെ ശക്തി അവനോട് കൂടെയുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ അടുക്കലാണ് ഇരിക്കുന്നതെന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ആ സൗഖ്യമാക്കുന്ന ദൈവം ആമേൻ, ആ സൗഖ്യത്തിൻ്റെ ശക്തി നമ്മളോടൊപ്പം കൂടെയുണ്ട്. ഈ ലൈവിലും എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിലിരുന്ന്, പല സാഹചര്യത്തിലിരുന്ന്, വ്യത്യസ്ത അനുഭവങ്ങളിലിരുന്നു കൊണ്ട് ഈ ദൈവത്തിൻ്റെ ശബ്ദം ശ്രവിക്കുമ്പോൾ എനിക്ക് പറയുവാനുള്ളത് ആമേൻ, ആമേൻ, ഹല്ലേലൂയ. കർത്താവ് ഇന്ന് പകലിൽ നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവൻ വന്നിട്ടുണ്ടെങ്കിൽ ആമേൻ, ആ ശക്തി ഇന്ന് പകലിൽ ചിലത് ചെയ്യുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ആ ശക്തി ഇന്ന് പകലിൽ അത്ഭുതങ്ങളെ ചെയ്യുക തന്നെ ചെയ്യും. ഒരു പക്ഷേ രോഗത്തിൻ്റെ മധ്യയായിരിക്കാം നിങ്ങളായിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബത്തിൻ്റെ തകർച്ചകളുടെ മധ്യയായിരിക്കാം നിങ്ങളായിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ തലമുറകളെ ഓർത്ത് വേദനയോടെ ആയിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ രോഗത്തിൻ്റെ കഠിനതയിലും സാമ്പത്തിക ഞെരുക്കത്തിലും മാനസികമായി വളരെ തകർന്ന് തരിപ്പണമായിട്ടായിരിക്കാം നിങ്ങളായിരിക്കുന്നത്. പക്ഷേ ആമേൻ, ശക്തി നിന്റെ അടുക്കലുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ വചനത്തിൻ്റെ ശക്തി ആമേൻ ഹല്ലേലൂയ ഏത് താമ്ര കതകുകളെയും ആമേൻ ഹല്ലേലൂയ പിഴുതെറിഞ്ഞുകൊണ്ട് ആമേൻ ഏത് അസ്ഥികൾക്കകത്തേക്കും തുളച്ചു ചെന്നുകൊണ്ട് വിടുതലയിക്കുവാൻ കഴിയുന്ന വലിയൊരു ശക്തി, വലിയൊരു ആത്മസാന്നിധ്യം ഇന്ന് പകലിൽ നീ ആമേൻ ആ കർത്താവിനെ തൊടുവാൻ മനസ്സുണ്ടോ? ആ കർത്താവിൻ്റെ ശക്തി എന്തെന്ന് അനുഭവിച്ചറിയുവാൻ മനസ്സുണ്ടോ? ഇന്ന് പകലിൽ ആ ശക്തി നിന്നെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. നിന്റെ പ്രശ്നങ്ങൾക്ക്, നിന്റെ സാഹചര്യങ്ങൾക്ക് അതീതമായി ആമേൻ, നിന്റെ അവസ്ഥകൾക്ക് അതീതമായി പ്രൈസ് ദി ലോർഡ് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുക തന്നെ ചെയ്യും. ഞാൻ വിശ്വസിക്കുന്നു ഒരൊറ്റ എണ്ണം പോലും ഇന്ന് പകലിൽ കർത്താവ് തൊട്ടല്ലാതെ ഇതിനകത്തുനിന്ന് പോകത്തില്ല. ഈ ശബ്ദം കേൾക്കുന്ന, എൻ്റെ ശബ്ദപരിധിയിൽ കേൾക്കുന്ന, ലൈവിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, എൻ്റെ മാതാപിതാക്കളെ, എന്നെ സ്നേഹിക്കുന്ന പ്രിയ കുടുംബങ്ങളെ ഞാൻ പറയട്ടെ, ശക്തി, ആ ശക്തി, വിടുവിക്കുന്ന ശക്തി, വിടുവിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരം ഇന്ന് പകൽ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളെ തൊട്ടിട്ട് ഇന്ന് എഴുന്നേൽക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ സാഹചര്യം എത്ര പ്രതികൂലമായാലും, നിങ്ങളുടെ സാഹചര്യം എത്ര കഠിനത നിറഞ്ഞാലും, ഏത് കുണ്ടറയ്ക്കകത്ത് കിടന്നാലും, ഏത് പൊട്ടക്കിണറിൽ കിടന്നാലും, ആമേൻ ഏത് തീച്ചുളയ്ക്കകത്ത് കിടന്നാലും, ഇന്ന് പകൽ ആ ശക്തി അനുഭവിച്ച് നീ പുറത്തു വരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ഉറപ്പാകട്ടോ, അത് ഉറപ്പാകട്ടോ. ഇന്ന് പകലിൽ ചിലരൊക്കെ ആ സാന്നിധ്യം
തിരിച്ചറിഞ്ഞ് ആമേൻ എഴുന്നേൽക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകലും നമ്മൾ ആമേൻ വായിച്ച വേദവചനത്തിന്റെ സാരാംശം നമുക്കിവിടെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. ആമേൻ. അപ്പോൾ ആമേൻ 18ാമത്തെ വാക്യം മുതൽ നമുക്കവിടെ വായിക്കുവാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 18ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ചില ആളുകൾ പക്ഷവാതം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിൽ എടുത്തു കൊണ്ടുവന്നു. അവനെ അകത്ത് കൊണ്ടുചെന്ന് അവൻ്റെ മുൻപിൽ വെപ്പാൻ ശ്രമിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 4 ആൾ ആമേൻ ഒരു പക്ഷവാതക്കാരനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന ഒരു വലിയൊരു ശ്രമകരമായ ഒരവസ്ഥയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ആമേൻ. പക്ഷവാതക്കാരൻ, അവന് നടക്കുവാൻ കഴിയത്തില്ല. ആമേൻ, ഹല്ലേലൂയ. അവൻ വളരെ പ്രതീക്ഷയോടുകൂടെ അവൻ ആഗ്രഹമുണ്ട്. നാളുകൾ കൊണ്ട് അവൻ ആഗ്രഹിക്കുന്നു അവനൊന്ന് നടന്നു കാണുവാൻ, അവനൊന്ന് എഴുന്നേൽക്കുവാൻ, അവനൊന്ന് തുള്ളിച്ചാടുവാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവനൊന്ന് ഈ ലോകത്തിലേക്ക് തുള്ളിച്ചാടി സന്തോഷം അനുഭവിക്കുവാൻ നാളുകൾ കൊണ്ട് ആമേൻ ബന്ധിക്കപ്പെട്ടവനായി ആ പക്ഷവാതക്കാരൻ കിടക്കുന്നു. എനിക്കറിയത്തില്ല, ഈ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായി ചില വ്യക്തികളോട് സംസാരിക്കുന്ന വാക്കിതാണ്. ആമേൻ. ഒത്തിരി വർഷം കൊണ്ട് പുറം ലോകുവാൻ കാണുവാൻ കഴിയാതെ വണ്ണം, ആത്മീകതയിൽ പുറത്തു വരുവാൻ കഴിയാതെ വണ്ണം, ആമേൻ, ഹല്ലേലൂയ, എവിടെയൊക്കെ ബന്ധിക്കപ്പെട്ടായിരിക്കുന്ന ചിലർ ഇന്ന് പകൽ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. ഒരു പക്ഷവാതക്കാരനെ പോലെ വർഷങ്ങൾ കൊണ്ട് പുറം ലോകം കാണുവാൻ കഴിയാതെ വണ്ണം. എനിക്കറിയത്തില്ല, അങ്ങനെ എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു. ആമേൻ. ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ ആമേൻ ദൈവത്തെ അറിഞ്ഞതാണ്, പക്ഷേ പുറത്തു വരുവാൻ കഴിയുന്നില്ല. ആമേൻ. നിന്റെ ആത്മീക ജീവിതത്തെ പുറത്തെടുക്കുവാൻ കഴിയാതെ വണ്ണം ലോകവും നിന്റെ കുടുംബവും നിന്നെ ബന്ധിച്ച് ഒരു സ്ഥാനത്ത് ഒതുക്കി കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇന്ന് പകലിൽ ആമേൻ ചിലരൊക്കെ നിന്നെ ചുമന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു പകല. ചൂടബബ ശംതനാരകൾ പ്രൗഢവന ദീപലകടക ശംതനാരകൾ പ്രൗഢവന. നിന്നെ പുറത്തിറക്കാൻ ആരുമില്ലെന്ന് നീ കരയുന്നില്ലേ? എനിക്കൊന്ന് ഫ്രീഡമായി ദൈവത്തെ ആരാധിപ്പാൻ, എനിക്കൊന്ന് സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ കഴിയുന്നില്ലെന്ന് നീ കരയുന്നില്ലേ? കർത്താവ് പറയുന്നു, 4 ആൾ പക്ഷവാതക്കാരനെ ചുമന്നുകൊണ്ട് പുറം ലോകത്ത് കൊണ്ടുവന്നുവെങ്കിൽ ഇന്ന് പകലിൽ നിന്നെ സൗഖ്യമാക്കുവാൻ, ആമേൻ, നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ അവന്റെ ശക്തിക്ക് ഇന്നും കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജൂഡബന അന്തരഗജനഗടക ശബ്ദനാരകൾ പ്രൗഢവന. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ ലോകം നിന്നെ ഒരു സ്ഥാനത്ത് ഒരു പക്ഷേ ബന്ധിച്ചു വെച്ചിരിക്കാം. പ്രൈസ് ദി ലോർഡ്. അത് താൽക്കാലികമാണ്. പ്രൈസ് ദി ലോർഡ്. അത് താൽക്കാലികമാണ്. ലോകത്തിന് ഒരു പരിധിയുണ്ട് നിന്നെ ബന്ധിച്ചു വെക്കുവാൻ. പക്ഷേ അവന്റെ ശക്തി നിന്റെ ജീവിതത്തിൽ കടന്നു വന്നാലുണ്ടല്ലോ, നിന്നെ ചുമക്കാൻ ചിലതിനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ പോകുന്നു. ചൂടമന എനിക്കറിയത്തില്ല, ആത്മീക ജീവിതത്തിനകത്ത് ഒതുക്കിക്കൂട്ടിയ ഏതൊക്കെയോ ചില മിനിസ്ട്രികളെ പരിശുദ്ധാത്മാവ് ചുമന്നുകൊണ്ട് പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. പട്ടണങ്ങളിലേക്ക് ജൂഡവന അന്തനാരകൾ കടക രഗതനകടക ശബ്ദനാരകൾ കടകസി അർത്ഥ പ്രൗഢവന ദീപലകടക ശബ്ദന. ഇന്നലെ വരെ നിന്റെ പരാതി എന്നെ ചുമന്നുകൊണ്ട് വെളിയിൽ കൊണ്ടുപോകുവാൻ ആരുമില്ല. ഇന്നലെ വരെയുള്ള നിന്റെ പരാതി എന്നെ ഒന്ന് കൈത്താങ്ങുവാൻ ആരുമില്ല. എനിക്കൊന്ന് ആമേൻ ആശ്രയം വെക്കുവാൻ ആരുമില്ല. കർത്താവ് പറയുന്നു, നിനക്ക് ആശ്രയത്തിന് വേണ്ടി, നിന്റെ ആമേൻ പ്രശ്നത്തിന് പരിഹാരം നൽകുവാൻ നിന്നെ ആമേൻ ചുമന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരുന്ന പകല. ജൂഡബബ ശംതനാരകൾ പ്രൗഢവന ദീപലകടക ശംതനാരകൾ പ്രൗഢവനാരകൾ കടകസി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പണ്ട് മുതൽക്കേ കർത്താവ് എവിടെ ദൈവവചനം ശുശ്രൂഷിക്കുന്നു അവിടെ തിരക്കാകട്ടോ. ആമൻ തിക്കും തിരക്കും. ആമൻ എങ്ങനെ ഒരു രോഗിയെ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലുള്ള ഒരാളെ എങ്ങനെ അവിടെ കൊണ്ട് ചെല്ലാമെന്ന് ആമൻ ജനങ്ങൾ മുഴുവനും ആമൻ പരിഭ്രാന്തരായി ആ ദൈവത്തിന്റെ വചനമൊന്ന് കേൾക്കുവാൻ, ആ ദൈവത്തിന്റെ പാദപീഠത്തിലിരുന്ന് മാധുര്യമേറുന്ന ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കുവാൻ ആമൻ യേശു കർത്താവ് എവിടെയുണ്ടെന്ന് ആര് കേട്ടാലും പിന്നെ ആ ദേശം മുഴുവനും കർത്താവിന്റെ ആമൻ ആമൻ കാൽപാദത്തിലാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ അവൻ കടൽക്കരയിൽ വന്നാലും ആമൻ അവൻ
വിജന പ്രദേശത്തിരുന്നാലും, മലമേൽ വന്നാലും, തടാകത്തിന് അടുത്തിരുന്നാലും, ഗത്ശമനയിൽ പോയാലും, ആമേൻ എവിടെ പോയിരുന്നാലും അവന്റെ ചുറ്റിലും ആളുണ്ട്. കാരണം അവന്റെ മേലൊരു ശക്തിയുണ്ട്, അവന്റെ മേലൊരു തേജസ്സുണ്ട്, അവന്റെ മേലൊരു തീയുണ്ട്. ആമേൻ ജനത്തിനറിയാം ആ ശക്തി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആ ശക്തിയുടെ അടുക്കൽ ഞാൻ ഇരിക്കുമെന്നുണ്ടെങ്കിൽ, ആമേൻ അത് വെറുതെ ആയിരിക്കത്തില്ല, അത് വെറുതെ ആയിരിക്കത്തില്ല. ഞാൻ നിറഞ്ഞേ പോകത്തുള്ളൂ. ശൂന്യതയോടെ ഇരിക്കുന്ന ആരെങ്കിലും ആ ദൈവത്തിന്റെ പാദപീഠത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, തകർന്നിരിക്കുന്ന ആരെങ്കിലും ആ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നുവെങ്കിൽ, ഞാൻ പറയട്ടെ, ആമേൻ ഹല്ലേലൂയ, നിന്റെ പ്രശ്നത്തിനകത്തുള്ള പരിഹാരം, നിന്റെ നിരാശയുടെ പടുകുഴിയിൽ നിന്ന്, നിന്റെ കഷ്ടതയുടെ പടുകുഴിയിൽ നിന്ന്, നിന്റെ തകർച്ചയുടെ പടുകുഴിയിൽ നിന്ന് ആ ശക്തി നിന്നെ പുറപ്പെടുവിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. അതെ, ആ ശക്തി നിന്നെ പുറപ്പെടുവിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. നമുക്കവിടെ കാണുവാൻ കഴിയും യേശു ചെയ്ത എട്ടാമത്തെ അത്ഭുതമാണ്, ആമേൻ, പക്ഷവാതക്കാരനെ സൗഖ്യമാക്കുന്നത്. കാരണം അന്ന് വരെ മേൽക്കൂര പൊളിച്ച് ഒരു രോഗിയെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ടില്ല. ഈ ആമേൻ 4 വ്യക്തിയും ആമേൻ ഈ പക്ഷവാതക്കാരനെ കൊണ്ടുവന്നിട്ട് ആമേൻ ജനലുകളുടെ സൈഡിലെല്ലാം നോക്കിക്കാണും, എങ്ങനെയെങ്കിലും ഒന്ന് കർത്താവിനെ ഒന്ന് ടാറ്റ കാണിച്ച് പറയണം, ഒരു പക്ഷവാതക്കാരൻ ഇവിടെയുണ്ട്, ഇവനെ സൗഖ്യമാക്കാതെ നീ ഇവിടെ നിന്ന് മടങ്ങരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഓപ്പൺ ഡോറിൽ കൂടി ആമേൻ അകത്ത് ശ്രമിച്ചുവെങ്കിലും അകത്ത് കടക്കുവാൻ കഴിഞ്ഞില്ല. ചുറ്റിലും ആമേൻ ഹല്ലേലൂയ നിരവധി പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുന്നവരാ നിൽക്കുന്നത്. ഇന്ന് നമ്മളെയും നിങ്ങളെയും പോലെ ആമേൻ പ്രശ്നമില്ലാത്തവർ ആരും യേശുവിന്റെ അടുക്കൽ വരത്തില്ല. ആമേൻ ആശ്വാസം ആമേൻ ഇല്ലാത്തവർ മാത്രമേ ആശ്വാസം കണ്ടെത്താൻ ദൈവത്തിന്റെ സന്നിധിയിൽ വരത്തുള്ളൂ. കഷ്ടത ഇല്ലാത്തവരെല്ലാവരും ലോകത്തിന്റെ വഴിയിൽ നിന്നുണ്ട്. ആമേൻ കഷ്ടതയുള്ളവരാ, പ്രശ്നമുള്ളവരാ ഇന്ന് പകൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ അന്നത്തെ കാലത്തും ഒരു സമാധാനത്തിന് വേണ്ടി, ഒരു ആശ്വാസ വാക്കിന് വേണ്ടി, ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി, ഭൂതബാധ മാറുവാൻ, ഞെരുക്കം മാറുവാൻ, തൊഴിലിലൊരു ഉയർച്ച അനുഭവിക്കുവാൻ, ആമേൻ ഒരു നല്ല വാക്ക് കിട്ടുവാൻ വേണ്ടി, അവരുടെ പ്രശ്നത്തിനൊരു വിടുതലിന് വേണ്ടി എങ്ങനെ ഓടിക്കൂടാൻ പറ്റുമോ, ആമേൻ അവിടെ ഒരു ഡോക്ടർ എടുത്ത് ആമേൻ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുവാൻ വേണ്ടി ആമേൻ പൊതിഞ്ഞുകൂടി ഇരിക്കുന്നത് പോലെ ഇതാ ജനം ആമേൻ ആ റൂമിനകത്തും ആ വീടിന്റെ 4 സൈഡും വളഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ വചനം കേൾക്കുവാനിരിക്കുന്നു. ഞാനപ്പോൾ ചിന്തിച്ചു, ഇന്ന് പകൽ ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു, ഒരു പക്ഷേ ആമേൻ പുറത്ത് നിൽക്കുന്നവർക്കാർക്കും യേശുവിനെ കാണുവാൻ കഴിയുന്നില്ല. പക്ഷേ അവന്റെ വായിൽ നിന്ന് കേൾക്കുന്ന ആ വചനമുണ്ടല്ലോ, അത് അവരുടെ കാതുകൾക്ക് ഇൻപമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ആമേൻ. ആ കേൾക്കുന്ന വചനം അവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെയും സ്പർശിച്ചു കൊണ്ടിരുന്നു. കാരണം അതുകൊണ്ടാണല്ലോ ഇന്നത്തെ കാലത്ത് ആമേൻ പാസ്റ്റേഴ്സ് പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ അച്ഛന്മാർ ചർച്ചിൽ പ്രസംഗിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്തത് കാണുമ്പോൾ ആമേൻ അവർ പുറത്തേക്ക് ഇറങ്ങിപ്പോകും. ആമേൻ ചർച്ചിനകത്ത് ആള് കുറവാ, പക്ഷെ പുറത്താളുണ്ട്. പക്ഷേ പണ്ടങ്ങനെയില്ല. അവന്റെ നാവിൽ നിന്ന് വരുന്ന തിരുവായ് മൊഴികൾ അത് ശരീരത്തിന് ജീവനും ചൈതന്യവും ഉള്ളതായി, ആശ്വാസവും തേജസ്സും. വീണ്ടും ആ കാൽപാദത്തിൽ ഇരുന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ വേണ്ടിയിട്ടുള്ള വളരെ മാധുര്യമായ ഇൻപസ്വരമായിരുന്നു അരിമനാഥന്റെ നാവിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പുറത്തുള്ളവർക്കാർക്കും യേശുവിനെ കാണുവാൻ കഴിഞ്ഞില്ല, പക്ഷേ അവന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുമായിരുന്നു. ആ ശബ്ദത്തിന്മേൽ ആമേൻ ജീവൻ ഉണ്ടായിരുന്നു, ആ ശബ്ദത്തിന്മേൽ ശക്തി ഉണ്ടായിരുന്നു. അത് അനുഭവിച്ചവർക്ക് മാത്രമേ പുറത്ത് നിന്നായാലും ആ ശബ്ദം കേൾക്കുവാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിന്റെ സാന്നിധ്യം, ആ ദൈവത്തിന്റെ വിടുതലും കരുതലും അനുഭവിച്ചവർക്ക് ആമേൻ അകത്തിരിക്കണമെന്നില്ല. ആമേൻ പുറത്തു നിന്ന് കേട്ടാലും മതി, ദൂരെ ഇരുന്ന് കേട്ടാലും
ആയാലും മതി, ഒരു വിടുതലിന് വേണ്ടി, പ്രൈസ് ദി ലോർഡ്, ഒരു ആശ്വാസത്തിന് വേണ്ടി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഒത്തിരി പേർ, ആമേൻ, ഹല്ലേലൂയ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതാ 4 പേർ നിൽക്കാൻ സ്ഥലമില്ല, കാല് കുത്തുവാൻ ഇടമില്ല. അപ്പോഴിതാ 4 പേർ ഒരു പക്ഷവാതക്കാരനെയും ചുമന്നുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം കർത്താവിന്റെ മുൻപിലൊന്ന് അവതരിപ്പിക്കണം, കർത്താവ് ഇവനെ ഒന്ന് കാണണം. നാളുകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട ഈ അവസ്ഥയിൽ നിന്ന് ഈ പക്ഷവാതക്കാരൻ ഇന്ന് നടന്നേ പോകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഈ വാശിയിൽ 4 പേർ, ആമേൻ, ഒരുമിച്ച് പക്ഷപാതക്കാരനെ കൊണ്ടുവന്നു. പല വാതിലുകളും നോക്കി, നോനോ, ഒരു എൻട്രിയും അകത്തോട്ടില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം അവരെക്കാൾ ഗുരുതരമായ പ്രശ്നത്തിൽ നിൽക്കുന്നവരാ അതിനകത്ത് നിന്ന്, ചുറ്റിലും നിന്ന് ദൈവത്തിന്റെ വചനം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ആമേൻ, പല ടൈപ്സ് ഓഫ് ആൾക്കാർ, ആമേൻ, ആമേൻ, ഞാൻ ചിന്തിക്കുന്നു പല വ്യത്യസ്ത അനുഭവങ്ങളിൽ നിന്നും, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നും, വ്യത്യസ്ത, ആമേൻ, മത വിഭാഗങ്ങളിൽ നിന്നും, ജാതികളിൽ നിന്നും ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ, ആമേൻ, ഹല്ലേലൂയ, യേശുവിന്റെ അടുക്കലേക്ക്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, അവർ വന്നിട്ടുണ്ടായിരിക്കാം. ഒത്തിരി പേർ, പലവിധ ജ്ഞാന പ്രശ്നങ്ങളിലുള്ളവർ ആ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, വീടിനകത്തും പുറത്തുമായി നിൽക്കുന്നുണ്ടായിരിക്കും. ഞാൻ ചിന്തിക്കുന്നു, ആമേൻ, അവിടെ കടന്നു വന്നവരുടെ ഒന്നാമത്തെ ആഗ്രഹം, ആമേൻ, ഹല്ലേലൂയ, സൗഖ്യമാകുവാൻ വേണ്ടി വന്നവരവിടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അന്നത്തെ കാലത്ത് കൂടുതലും അവിടെ ഉണ്ടായിരുന്നത് സൗഖ്യം പ്രാപിക്കുവാൻ, ഒരു വിടുതൽ പ്രതീക്ഷിച്ച്, ആമേൻ, ഹല്ലേലൂയ, കടന്നു വന്നവരുണ്ടായിരുന്നിരിക്കും. 2, യേശു ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും കാണാൻ വേണ്ടി, ആമേൻ, അത് കാണാൻ വേണ്ടി മാത്രം പ്രതീക്ഷിച്ച് നിൽക്കുന്ന കാണിക്കാർ ചിലപ്പോൾ, ആമേൻ, അവിടെ ഉണ്ടായിരുന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. 3, ആമേൻ, യേശു കർത്താവ്, ആമേൻ, എവിടെ 3-4 ദിവസം ഉണ്ടോ അവിടെ പിന്നെ അപ്പത്തിന് കുറവില്ല. ആമേൻ, യേശു കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് പോകുമ്പോൾ അവർക്ക് തിന്നാനുള്ളത് കിട്ടും, നല്ല ഭക്ഷണം കിട്ടും. അത് പ്രതീക്ഷിച്ച് വന്ന ഒരു കൂട്ടം കാണും. പ്രൈസ് ദി ലോർഡ്. 4, യേശുവിന്റെ വചനം കേൾക്കുവാൻ, ആ ശബ്ദം കേട്ട് ജീവിക്കുവാൻ, ആമേൻ, ഹല്ലേലൂയ, കടന്നു വന്നവർ കാണും. പ്രൈസ് ദി ലോർഡ്. 5, അവനെ കുറ്റം വിധിക്കാൻ വന്നവർ കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു കർത്താവിനെ, ആമേൻ, ചെയ്യുന്നതും, ആമേൻ, പറയുന്നതും കേട്ടിട്ട്, ആമേൻ, ഹല്ലേലൂയ, അതിനെ, ആമേൻ, പരീക്ഷിക്കുവാൻ പരീശന്മാർ, കുറ്റം പറയുവാൻ, ഹല്ലേലൂയ, അതിനകത്ത് വന്ന് കാണും. പ്രൈസ് ദി ലോർഡ്. 6, യേശു എങ്ങനെ ഉള്ളവനെന്ന് കാണുവാൻ. പ്രൈസ് ദി ലോർഡ്. സക്കായി പണ്ട് യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ കാട്ടത്തിമേൽ കയറിയിരുന്ന് നോക്കിയതുപോലെ യേശു എങ്ങനെ ഉള്ളവനെന്ന് കാണുവാൻ വന്നവരും, പ്രൈസ് ദി ലോർഡ്, അതിന്റെ മധ്യേ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഉണ്ടായിരുന്നിരിക്കും. ആമേൻ, ഞാൻ വിശ്വസിക്കുന്നു, ആമേൻ, ഒത്തിരി തവണ യേശു അത്ഭുതം ചെയ്യുന്നവനാണ്, വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവനാണ്. ആമേൻ, അവന്റെ ശ്രുതി മൊത്തം ആ ദേശം മൊത്തം പടർന്നു. അങ്ങനെയെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, ആ യേശു ആരാണ്, എന്താണ്, എങ്ങനെയുള്ളവനാണ്, ആമേൻ, എനിക്കും വല്ലതും കിട്ടുമോ എന്നറിയുവാൻ, എന്നെക്കുറിച്ചും അവന് സംസാരിക്കുവാൻ ഉണ്ടോ എന്നറിയുവാൻ വന്ന് എത്തിപ്പെട്ട ജനത കാണാം. അപ്പോഴൊന്ന് ചിന്തിച്ചു നോക്കണമേ, ഒരു കൂട്ടായ്മയ്ക്കകത്ത്, ആമേൻ, ഹല്ലേലൂയ, ഞാൻ 7 എക്സാമ്പിൾ പറഞ്ഞെങ്കിൽ, ആമേൻ, അതിന്റെ ഇരട്ടിക്കിരട്ടി, ആമേൻ, പ്രശ്നമുള്ളവർ അതിനകത്തുണ്ടായിരുന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാനാ വിധത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു കൂട്ടം വ്യക്തികൾ ഉള്ള, ആമേൻ, സ്ഥലത്താണ് ഇതാ ഒരു പക്ഷപാതക്കാരനെയും കൊണ്ട്, ആമേൻ, 4 പേർ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ന് വരെ ചെയ്തിട്ടില്ലാത്ത വലിയൊരു അത്ഭുത ശുശ്രൂഷയാണ് അതിനകത്ത് വെളിപ്പെട്ടത്. യേശു ഭൂതങ്ങളെ പുറത്താക്കി, കാഴ്ചയില്ലാത്തവന് കാഴ്ച കൊടുത്തു, മരിച്ചവനെ എഴുന്നേൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിവിധ തരത്തിലുള്ള രോഗികളെ കർത്താവ് സൗഖ്യമാക്കി. പക്ഷേ, ആമേൻ, മേൽക്കൂര പൊളിച്ച്, ആമേൻ, ഒരു വിടുതലിന് വേണ്ടി ഇറങ്ങി വന്ന ഒരു അനുഭവം അന്ന് വരെ ജീവിതത്തിനകത്ത് ഉണ്ടായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ആരോടൊക്കെ പരിശുദ്ധാത്മ പറയുന്ന ഒരു ദൂത, ഇന്ന് വരെ കടന്നിട്ടില്ലാത്ത ചില പ്രശ്നങ്ങൾ, നിന്റെ കുടുംബത്തിന്റെ മേൽക്കൂര പോലും, നിന്റെ കുടുംബത്തിന്റെ അടിസ്ഥാനത്തെ പോലും ഞോണ്ടുന്ന ചില പ്രശ്നങ്ങൾ ഇന്ന് പകലിൽ ചിലതിനെ കർത്താവ് പൊളിച്ചു മാറ്റുന്ന പകല. ചൂടബബ ശഖനക സിയാംതന വൈഡ പ്രൗഢവന ആർത്തനാരഗാനക സിയാംതനെ വൈഡവന ധീവലഘടക ശംധനാരകൾ പ്രൗഢവന. ചില മേൽക്കൂരകളേക്ക് പരിശുദ്ധാത്മ പൊളിച്ചു
നിന്റെ തൊഴിലില്ലായ്മയിൽ ബ്രേക്ക് ഇടുന്ന, നിന്റെ നന്മകളെ അടയ്ക്കുന്ന, ആമേൻ, നിന്റെ സ്വസ്ഥതയെ കളയുന്ന, നിന്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന, നിന്റെ ബിസിനസിനെ തകർക്കുന്ന, നിന്റെ കുടുംബത്തിന്റെ സമാധാനത്തെ തകർക്കുന്ന ചില മേൽക്കൂരകൾ പൊളിച്ചു ഇന്ന് പകലിൽ ചില സ്ഥാനത്തേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന പകല. ചൂടപന അന്തരകജനകടക ശംധനാരകൾ പ്രൗഢപന വൈഡനാം ധരേരകൾ കടകശിയ റീബല ബൗഡപന ദുരബലകടക ശംധനാരകൾ കടകശി. എനിക്കറിയത്തില്ല, ഇന്ന് പകൽ ചില മേൽക്കൂരകളൊക്കെ പൊളിച്ചു മാറ്റിക്കോ. ആമേൻ. നീ കെട്ടിയ ചില മേൽക്കൂരകൾ നിന്റെ തലമുറയുടെ ഭാവിക്കെതിരെ, നിന്റെ കുടുംബ ജീവിതത്തിനെതിരെ, നിന്റെ ആത്മീക ജീവിതത്തിനെതിരെ, നിന്റെ ബിസിനസിനെതിരെ പിശാച് കെട്ടിയ ചില മേൽക്കൂരകൾ ജൂഡബബ ശംദന റീഖലക ശിയാംതനെ വൈഡ പ്രൗഢവന ധീബലകടക ശംദനാരകൾ പ്രൗഢവന. ഇന്ന് പകൽ ചില മേൽക്കൂരകളൊക്കെ പൊളിയപ്പെടുവാൻ പോകുന്നു. ആമേൻ. ഹല്ലേലൂയ. ശക്തി പ്രാപിച്ചവൻ, ശക്തി പുറപ്പെടുവിക്കുന്നവൻ അതിനകത്തുണ്ട്. ഇന്ന് പകൽ മേൽക്കൂര പൊളിച്ചു നീ ഇറങ്ങുവാൻ തയ്യാറായാൽ നിന്റെ അഭിപ്രായങ്ങളെ മാറ്റിവെച്ച്, നിന്റെ ചിന്തകളെ മാറ്റിവെച്ച്, ആമേൻ, നിന്റെ ചിന്താഗതികളെ മാറ്റിവെച്ച്, എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് ഒന്ന് രണ്ട് മാതാപിതാക്കളോട് ഇപ്രകാരം ദൂത് വിളിച്ചുവാൻ പറയുന്നു. നിന്റെ തലമുറയെ കുറിച്ചുള്ള നിന്റെ പ്ലാനിങ്ങിന്റെ മേൽക്കൂരയെ വലിച്ചു പറിക്കുവാൻ ചൂടവന് അന്തരകജനകടക ശബ്ദനാരകൾ പ്രൗഢവന. നിന്റെ തലമുറയെ കുറിച്ചുള്ള നിന്റെ കാഴ്ചപ്പാടിനെ, ആമേൻ, നിന്റെ കാഴ്ചപ്പാടിനെ ഇന്ന് പകൽ അതൊരു മേൽക്കൂരയാകട്ടോ. ആ ശക്തി പുറപ്പെടുവാൻ കഴിയാറവണ്ണം ഇരിക്കുന്ന ഒരു മേൽക്കൂരയാ. ഇന്ന് പകൽ അതിനെ ഒന്ന് പൊളിച്ചുകള. ഇന്ന് പകൽ അതിനെ ഒന്ന് പൊളിച്ചുകള. ഇന്ന് പകൽ അതിനെ ഒന്ന് പൊളിച്ചുകള. ആമേൻ. നീ പൊളിക്കുമെങ്കിൽ, നിന്റെ പദ്ധതി പൊളിക്കുമെങ്കിൽ, ഇന്ന് പകലിൽ ചുമക്കുന്ന ചിലർ, ഓ റഥല ശബ്ദന, എനിക്കറിയത്തില്ല, നിന്റെ തലമുറയെ ചുമക്കുന്ന ചിലതുണ്ട്. ജൂഡബബ ഹദരകശിയ അർത്ഥപ്രൗഢവന ദീപലകടക ശബ്ദന. നിന്റെ തലമുറയുടെ ഭാവിയെ ചുമക്കുന്ന ചിലത്, നിന്റെ തലമുറയുടെ, നിന്റെ കുടുംബത്തിന്റെ സന്തോഷത്തെ അവകാശം പറഞ്ഞ് ചുമക്കുന്ന ചിലത്, ഇന്ന് പകൽ ചിലതൊക്കെ താഴെ ഇറക്കുവാൻ പോവുകയാ. ചൂടബബ റമനക ശിയാംതനെ ദീപലകടക ശബ്ദനാരകൾ പ്രൗഢവന. ചില ചുമട്ട് തൊഴിലാളിയൊക്കെ പരിശുദ്ധാത്മ വലിച്ചെറിയുവാൻ പോകുന്നു. ചിലരെയൊക്കെ ചുമന്ന് നടക്കുന്ന ചില അന്ധകാര ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ തകർന്നു മാറുന്ന കൃപയ്ക്കായി ചൂടമന വൈഡമന ധീബലകടക ശംധനാരകൾ പ്രൗഢവന ധീബലകടക ശംധനാരകൾ കടകസി. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, ആരൊക്കെയോ ചുമന്നുകൊണ്ട്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, മേൽക്കൂരയെല്ലാം ഇളക്കി കൊണ്ടൊരിടത്തുകൊണ്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇറക്കിയതൊരു വിടുതലിന്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ ആ ദൂത് പിടികിട്ടി എന്ന് എനിക്കറിയത്തില്ല. ആമേൻ, ഹല്ലേലൂയ. 4 പേർ ചുമന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത്രയും ദിവസം 4 പേർ ചുമന്നുകൊണ്ട് നടന്നു. ഇന്ന് മേൽക്കൂര പൊളിച്ച് യേശു ഇനി ഇറങ്ങി വരാൻ പറ്റുന്ന സാഹചര്യത്തിൽ കൊണ്ട് താത്തു വെച്ചേക്കുന്നു. ഇന്ന് പകലിൽ, ആമേൻ, അതിനകത്ത് കിടന്ന് ദൈവത്തിന്റെ തേജസ് എന്തെന്ന് ചിലതൊക്കെ അറിയുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിന്റെ ശക്തി ഇന്ന് പകലിൽ ചില ജീവിതങ്ങളുടെ മധ്യത്തിലേക്ക്, ചില ജീവിത സാഹചര്യങ്ങളുടെ അകത്തേക്ക് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചില തലമുറകളുടെ ബന്ധനങ്ങളിൽ നിന്ന്, ചില തലമുറകളുടെ കൂട്ടുകെട്ടുകളിൽ നിന്ന്, മാതാപിതാക്കളെ അനുസരിക്കാത്ത തലമുറകൾ, ലോകം ചുമക്കുന്ന തലമുറകൾ, ചൂടബബ റമന ശിയാംതനെ റീഥലകടക ശംദനാരകൾ പ്രൗഢവന. സ്നേഹബന്ധങ്ങൾക്കകത്ത് മദ്യത്തിലും ലഹരികൾക്കകത്തേക്കും അടിമപ്പെട്ടു പോയ തലമുറകൾ ഇന്ന് പകൽ ചുമക്കുന്നവർ നിൽക്കുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ചില മേൽക്കൂരകളെ പൊളിച്ചു ഇന്ന് പകലിൽ കർത്താവ് ഇരിക്കുന്ന സ്ഥാനത്തേക്ക് നിന്റെ തലമുറകളെ ഇറക്കുന്ന ഒരു പകല. ചൂടവന അന്തനാരകൾ പ്രൗഢവന ദീപലകടക ശംധനാരകൾ പ്രൗഢവന. എനിക്കറിയത്തില്ല, എനിക്ക് ഇതിനകത്ത് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത വലിയ ആത്മസാന്നിധ്യം ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ ശരീരത്തിന്മേൽ പ്രവഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചില തലമുറകളുടെ ബന്ധനങ്ങളെ, ചില തലമുറകളുടെ രോഗങ്ങളെ, നീ കുറെ കരഞ്ഞില്ലേ, നീ കുറെ ഉപവസിച്ചില്ലേ, നീ കുറെ പ്രാർത്ഥിച്ചില്ലേ, ഇന്ന് പകൽ ഞാൻ പറയുന്നു, അവനെ സൗഖ്യമാക്കുവാൻ, അവളെ സൗഖ്യമാക്കുവാൻ, നിന്റെ പ്രശ്നത്തിനകത്തേക്ക് വിടുതൽ നൽകുവാൻ, ഹല്ലേലൂയ, ഇന്ന് പകലിലും അവന് ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ആമേൻ, ആ ശക്തിയുടെ അടുക്കൽ വരുവാൻ തയ്യാറായാൽ മതി. ആമേൻ, ചില ബന്ധനങ്ങൾ ചണനൂൽ പൊട്ടിമാറുന്നത് പോലെ ചില ശരീരങ്ങളെ വിട്ട് മാറുന്നത് അനുഭവിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഇതാ ആമേൻ തിക്കിത്തിരക്കി വലിയ ബുദ്ധിമുട്ടിൽ ആമേൻ എങ്ങനെയെങ്കിലും ഈ പ്രശ്നമെന്ന് അവതരിപ്പിക്കുവാൻ ചെന്നിട്ട് ഒരു രക്ഷയുമില്ല. ആമേൻ, ഞാൻ ചിന്തിക്കുന്നു, ആമേൻ എല്ലാവരും ആമേൻ ഫൈറ്റിംഗ് ഉണ്ടായി കാണും. ഞങ്ങളും വിടുതൽ പ്രാപിക്കുവാൻ വേണ്ടിയാ ആമേൻ ഇവിടെ ഇരിക്കുന്നത്. ആമേൻ, ഞങ്ങൾ പ്രാപിച്ചിട്ട് നീ പോയാൽ മതി. ആമേൻ, ലോകം അങ്ങനെയാ. ആമേൻ, ഞാൻ പ്രാപിച്ചിട്ട് പുറകെ നീ വന്നാ മതി. പക്ഷേ വിടുതൽ പ്രാപിക്കുവാൻ ആഗ്രഹമുള്ളവൻ, സൗഖ്യമാകുവാൻ ആഗ്രഹമുള്ളവൻ, ആമേൻ, ഞാൻ ചിന്തിക്കുന്നു അവന്റെ കൂട്ടുകാരായിരിക്കത്തില്ല അവനെ കൊണ്ടുപോയത്. ആമേൻ, ഹല്ലേലൂയ. അവന്റെ രക്തബന്ധങ്ങളായിരിക്കും കൊണ്ടുപോയത്. കാരണം ആമേൻ, കൂട്ടുകാർ കൊണ്ടുപോയാൽ ഈ നാലുപാടും കറങ്ങിയിട്ട് അവിടെ വെച്ചേച്ചു പോകും. നീ വേണമെങ്കിൽ യേശു കർത്താവ് നടന്നു വരുമ്പോൾ സൗഖ്യം പ്രാപിച്ചോ, അല്ലെങ്കിൽ ഈ കൂടിയിരിക്കുന്ന ആരെങ്കിലും കൊണ്ടുപോയി നിന്നെ സൗഖ്യം പ്രാപിക്കും. പക്ഷേ ഒന്നുകിൽ മാതാപിതാക്കളോ സഹോദരങ്ങളോ രക്തബന്ധത്തിൽപ്പെട്ട ആരോ ആയിരിക്കും ആമേൻ ഈ പക്ഷപാതക്കാരനെ കൊണ്ട് ആമേൻ അവിടെ ചെന്നത്. കാരണം അവരുടെ ഒരേ ഒരു ലക്ഷ്യം ഇതാ, യവ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് നടന്നേ പോകാവുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, ആ കിടക്കയും കൊണ്ട് ആമേൻ കൊണ്ടുവന്നത്. പ്രൈസ് ദി ലോർഡ്. അത്രയ്ക്ക് ഗതികെട്ടൊരു പക്ഷപാതക്കാരൻ ആ കിടക്കയും കൊണ്ടാ വന്നേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, അത്രത്തോളം അവന്റെ പ്രശ്നം വലുതായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഈ യേശുവിന്റെ സൗഖ്യം പ്രാപിക്കുവാൻ ആമേൻ ഈ നാലുപേരും കൂടെ എന്ത് ചെയ്യുന്നറിയാവോ? ആമേൻ ഈ മേൽക്കൂരയൊക്കെ അങ്ങ് വലിച്ചു പൊളിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ഭയങ്കര ആമേൻ, അത് ഭയങ്കര ഒരു മിറക്കിളാ കേട്ടോ. ആമേൻ, എങ്ങനെയെങ്കിലും ആമേൻ അവസാനത്തെ കച്ചിത്തുരുമ്പ, ആമേൻ വിടുതൽ പ്രാപിക്കുവാനുള്ള അവസാനത്തെ കച്ചിത്തുരുമ്പ. അതുകൊണ്ടാണ് ഇന്ന് പകൽ ചിലതിനെയൊക്കെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് കൊണ്ടുവന്നത്. ആമേൻ, രക്ഷപ്പെടാനുള്ള ഒരു അവസാനത്തെ കച്ചിത്തുരുമ്പ, ആമേൻ രക്ഷപ്പെടാനുള്ള ഒരു അവസാന നിമിഷമാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ആമേൻ മേൽക്കൂര മുഴുവനും അങ്ങോട്ട് പൊളിച്ചു. കാരണം ഈ കിടക്ക അതിനകത്തോട്ട് ഇറക്കി വെക്കണ്ടേ, അല്ലെങ്കിൽ അല്ലാതെ പക്ഷപാതക്കാരനെ താഴോട്ട് ഇറക്കാൻ പറ്റുമോ, എടുത്തിടാൻ പറ്റുമോ? ആമേൻ, നാലുപേരും എന്തുമാത്രം ബുദ്ധിമുട്ടി, ആമേൻ ഹാലിയ കഷ്ടപ്പെട്ട് എന്തി വരഞ്ഞ് മേൽക്കൂര പൊളിച്ച് ഇതാ പക്ഷപാതക്കാരനെ ആമേൻ ഇതാ ഞാൻ ആ രംഗം രാവിലെ ആമേൻ ഒരു ആമേൻ മൊബൈലിൽ ഒരു കാർട്ടൂൺ കാണുന്നത് പോലെ ഞാൻ എൻ്റെ മനസ്സിൽ സംഗ്രഹിക്കുവാനിടയായി. കാരണം ആമേൻ ആ ഹാള് മുഴുവനും, അല്ലെങ്കിൽ ആ ചെറിയ റൂം മുഴുവനും ആളുകൾ തിങ്ങി നിൽക്കുന്നു. ആമേൻ ഈ ആമേൻ കട്ടില് താഴോട്ട് ഇറക്കുമ്പോൾ ആമേൻ അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ പുറത്തുകൂടെയല്ലേ ഇത് വരുന്നത്. എങ്ങനെ അവിടെ അഡ്ജസ്റ്റ് ചെയ്തു? എന്തെല്ലാം ഭൂകമ്പം അതിനകത്ത് നടക്കും. ചെറിയൊരു പ്രശ്നം, ആമേൻ ചെറിയൊരു നാവ് വലിയ കാട് കത്തിക്കുമെങ്കിൽ ആമേൻ എന്തെല്ലാം പ്രശ്നം അതിനകത്തുണ്ടായി കാണും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സൗഖ്യമാകുവാൻ താല്പര്യമുള്ളവന് ഇതൊന്നും ഒരു വിഷയമല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിടുതൽ വേണമെന്നുള്ളവന് ഒരു സാഹചര്യവും പ്രശ്നമില്ല. ആരെങ്കിലും വഴക്ക് പറയുമെന്നോ, സാഹചര്യം എത്ര പ്രതികൂലമാകുമെന്നോ ഒരു നാണക്കേടും വിചാരിക്കത്തില്ല. കാരണം അവന്റെ ഒരേ ഒരു ലക്ഷ്യം, ഞാൻ സൗഖ്യം പ്രാപിച്ചിരിക്കും, ഞാൻ ഇവിടെ നിന്ന് നടന്നേ പോകത്തുള്ളൂ. ആമേൻ, ലോകം ഇട്ട കിടക്കയെ ഞാൻ വലിച്ചെറിഞ്ഞിട്ടേ പോകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സൗഖ്യമാകുവാൻ മനസ്സുള്ളവൻ അവന്റെ ജീവൻ കളഞ്ഞ് എങ്ങനെയെങ്കിലും ഞാൻ വിടുതൽ പ്രാപിച്ച് ഇവിടെ നിന്ന് മടങ്ങത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ഇതാ ആമേൻ, ഹല്ലേലൂയ. ഈ നാലുപേരും കൂടി ആമേൻ മേൽക്കൂരയെല്ലാം പൊളിച്ചു. ആമേൻ യേശു കർത്താവിന്റെ മുൻപിലേക്ക് ഇതാ പക്ഷപാതക്കാരനെ ആമേൻ ഇറക്കി വെക്കുവാനിടയായി. ഹല്ലേലൂയ. ഓടി നീക്കി ആമേൻ പക്ഷപാതക്കാരനെ ആമേൻ ഹല്ലേലൂയ ഇതാ ഇറക്കുവാനിടയായി. കർത്താവ് നോക്കുമ്പോൾ ഇത്രയും സാഹചര്യങ്ങൾ പ്രതികൂലമായിരുന്നിട്ടും അവരുടെ വിശ്വാസം കണ്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവർ ചെയ്ത ത്യാഗം മാത്രമല്ല അവരുടെ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ചിലതിൻ്റെയൊക്കെ വിടുതൽ നടക്കാത്തതിൻ്റെ
കാരണം ചില വിശ്വാസത്തിന്റെ കുറവാ കേട്ടോ. വർഷങ്ങൾ കൊണ്ട് ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. ആമേൻ. ചിലതിൻ്റെയൊക്കെ ചില വിശ്വാസത്തിന്റെ കുറവാ, ചിലതിൻ്റെയൊക്കെ ആമേൻ ആമേൻ ഉറച്ചു നിൽക്കാത്തതിന്റെ സ്ഥിരത ഇല്ലായ്മയുടെ അവസ്ഥയാ. സ്വർഗത്തിലെ ദൈവത്തിന് അറിയാം ഇന്ന് വിടുതൽ കൊടുത്താൽ ഇവൻ ദൈവസന്നിധി നിൽക്കുമോ ഇല്ലയോ. ആമേൻ ആമേൻ. നാളെ വിടുതൽ കൊടുത്താൽ എത്ര സമയം. ആമേൻ. ഒത്തിരി പേർ പ്രൈസൽ ഫാമിലിക്ക് വിളിക്കുന്ന, ഒത്തിരി പേർ പറയുന്ന പ്രാർത്ഥനാ വിഷയങ്ങളും, ഒത്തിരി പേർക്ക് പ്രാർത്ഥിച്ച് വിടുതൽ കിട്ടുമ്പോഴും ആമേൻ അവർ പറയുന്നത് ഞാനിനി മരിക്കുന്നത് വരെയും ദൈവത്തിന് വേണ്ടി, പ്രൈസ് ലോർഡ്, ഞാനിനി എന്തൊക്കെ സംഭവിച്ചാലും കർത്താവിന് വേണ്ടി. ആമേൻ. പക്ഷേ എല്ലാ അനുഗ്രഹങ്ങളും ഇവരുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ആമേൻ ആ പേരും കാണത്തില്ല, അഡ്രസ്സും കാണത്തില്ല, ചിലപ്പോൾ നമ്പർ വരെ ചിലപ്പോൾ ബ്ലോക്ക് ആയിരുന്നിരിക്കും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ഇട്ടിട്ട് പോകുന്നവരാരെന്നും ആമേൻ ഉറച്ചു നിൽക്കുന്നവരാരെന്നും നമ്മെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ഹൃദയത്തിനകത്ത് ചിന്തിക്കുന്ന ഒരു വാക്ക് പോലും, ഒരു ചിന്ത പോലും, ആമേൻ നിന്റെ തലച്ചോറിനകത്ത് വരുന്ന ഒരു സിഗ്നൽ പോലും ആമേൻ നീ അറിയുന്നതിന് മുമ്പേ നിന്നെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ലോർഡ്. ചിലതിൻ്റെയൊക്കെ വിഷയത്തിനുള്ള മറുപടി കിട്ടാത്തത് എന്തെന്ന് ഞാൻ പറഞ്ഞു തരാം. നീ നിക്കത്തില്ല, അത് കർത്താവിന് നന്നായിട്ടറിയാം. പ്രൈസ് ലോർഡ്. ആമേൻ. എല്ലാം കൂടി ആമേൻ നമ്മുടെ ഫ്രണ്ടിൽ അനുഗ്രഹമായി തന്നു കഴിഞ്ഞാൽ ദൈവത്തെ സ്നേഹിപ്പാൻ സമയം കിട്ടത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ഈ സന്തോഷങ്ങളുടെ പിന്നാലെ ഓടുവാനേ ആമേൻ നിനക്ക് സമയം കിട്ടത്തുള്ളൂ. ഒരു ശൂലമുണ്ടെങ്കിൽ, ആമേൻ, ഒരു ശൂലമുണ്ടെങ്കിൽ, ഒരു പ്രശ്നമുണ്ടെങ്കിൽ അപ്പന്റെ മാർവിടം വിട്ട നീ മാറത്തില്ല. ആമേൻ. ഹല്ലേലൂയ. പണമുണ്ട്, പ്രതാപമുണ്ട്, സൗന്ദര്യമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, ബിസിനസ് ഉണ്ട്, എല്ലാ സന്തോഷവും ഉണ്ടെങ്കിലും ആമേൻ എവിടെയെങ്കിലും ഒരിടത്തൊരു വിള്ളൽ മതി. അത് നിർത്തിയിരിക്കുന്നത്, അത് ഉണ്ടായിരിക്കുന്നത് ദൈവം നിനക്ക് തന്ന ശൂലമാ. കാരണം എന്തിനെന്നറിയാവോ? നീ അപ്പനോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്കറിയത്തില്ല വ്യക്തിപരമായി ആരോടൊക്കെ പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടിയ ഒരു ആലോചനയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാ സമൃദ്ധിയും ദൈവം നിനക്ക് തരുന്നത് ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുവാനാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാ അഭിവൃദ്ധിയും എല്ലാ സന്തോഷവും ആമേൻ നിനക്ക് ദൈവം തരുന്നത് ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുവാനാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആമേൻ ദൈവം തരുമ്പോൾ ചേർന്ന് നിൽക്കുവാൻ കഴിയാതെ വണ്ണം പുറകിലോട്ട് വലിയുമ്പോൾ കർത്താവിന് അറിയാം ആമേൻ ഇവനെ ഇവളെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവിനോടൊപ്പം ചേർന്ന് നിൽക്കുവാനാണ്. ആമേൻ. കർത്താവിനോടൊപ്പം ചേർന്നിരിക്കുവാനാണ്. നീ ദൈവത്തോടൊപ്പം ചേർന്നിരിക്കുമെങ്കിൽ ആ ശക്തി നീ ആമേൻ ഹല്ലേലൂയ വിടുതലായി അനുഭവിച്ചുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ഇതാ ആമേൻ പക്ഷവാതക്കാരന്റെ പക്ഷവാതത്തെ കർത്താവ് സൗഖ്യമാക്കി. ആമേൻ, ഹല്ലേലൂയ. പക്ഷവാതക്കാരൻ ഇതാ എഴുന്നേറ്റ് നടക്കുവാൻ തുടങ്ങി. പിന്നെ അവൻ ആ കിടക്ക എടുത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. എനിക്ക് പറയുവാനുള്ള ആലോചന ഇതാ, നിന്നോട് എഴുന്നേക്കാൻ പറഞ്ഞ നിനക്കൊരു വിടുതൽ കർത്താവ് തന്നാൽ പിന്നെ ആ കിടക്കയും വെച്ചോണ്ടിരിക്കരുത്. അത് തട്ടിക്കളഞ്ഞ് കിടക്കയും വലിച്ചെറിഞ്ഞിട്ട് സന്തോഷത്തോടെ നീ ഇറങ്ങുവാൻ തയ്യാറായിക്കണം. പലർക്കും ഇന്ന് വിടാൻ വയ്യ. ആമേൻ. പലർക്കും ഇന്ന് വിടാൻ വയ്യ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. എനിക്ക് വിടുതലും വേണം, ഈ കിടക്കയും വേണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞേ. ആമേൻ. ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ആമേൻ, ഹല്ലേലൂയ. പലർക്കും എല്ലാം വേണം. പ്രൈസ് ദി ലോർഡ്. മക്കള് വേണം, മരുമക്കള് വേണം, കൊച്ചുമക്കള് വേണം, ഭർത്താവ് വേണം, സഭ വേണം, പട്ടക്കാര് വേണം, ദേശം മുഴുവനും കൂട്ടുകാരെല്ലാം വേണം. പക്ഷെ ഞാൻ പറയട്ടെ, ആമേൻ, ദൈവം തന്നെ ഒന്നിനൊന്ന് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ വിടാൻ പറഞ്ഞാൽ നീ വിട്ടോളണം. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനോട് ലോത്തിനെ വിടാൻ പറഞ്ഞപ്പോ അബ്രഹാം ലോത്തിനെ വിട്ടു. ദൈവം തന്നെ അതിനൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്നോട് ദൈവം ഒന്നിൽ നിന്ന് എഴുന്നേൽക്കാൻ പറഞ്ഞാൽ പിന്നെ അതിന്റെ പുറകെ നീ ഇതെനിക്ക് വേണം, അതെനിക്ക് വേണം. ആമേൻ. നിന്റെ ജീവിതം കുട്ടിച്ചോറാകും, നിന്റെ ജീവിതം കുളം തോണ്ടും. ആമേൻ. എത്ര അനുഭവങ്ങൾ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ആമേൻ വാട്സപ്പിലൊക്കെ നോക്കിയാൽ ഇന്ന് കുടുംബങ്ങളെ തകർക്കുന്ന നമ്പർ 1 പിശാചാണ്. കോളേജിലെ ഗ്രൂപ്പ്, സ്കൂളിലെ ഗ്രൂപ്പ്, 10ാം ക്ലാസ്സിലെ ഗ്രൂപ്പ്, +2 ഗ്രൂപ്പ്, ആമേൻ ITL പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പ്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. വീട്ടിനകത്ത് ഭർത്താവിന് സംസാരിക്കുവാൻ സമയമില്ല, ഭാര്യയ്ക്ക് സംസാരിക്കുവാൻ സമയമില്ല, മക്കൾക്ക് സംസാരിക്കുവാൻ സമയമില്ല. ആമേൻ, ഹല്ലേലൂയ. ന്യൂസുകളിൽ കേൾക്കുന്ന വാർത്ത എനിക്ക് കണ്ട് ചിരി വരും. ഹല്ലേലൂയ. ആമേൻ. 10ാം ക്ലാസ്സിൽ പഠിച്ച
പ്രണയിച്ച അന്നത്തെ പ്രണയിതാവിനോടൊപ്പം ആമേൻ ഹല്ലേലൂയ ഒരു വീട്ടമ്മയായ യുവതി 3 മക്കളെ ഉപേക്ഷിച്ച് ആമേൻ ആ സഹോദരന്റെ കൂടെ പോയി. ആമേൻ ഹല്ലേലൂയ. കാരണം എന്ത്? കുറെ ഗ്രൂപ്പുകൾ ഞാൻ ഇങ്ങനെ ചകഞ്ഞുകൊണ്ടിരുന്ന ദൈവത്തിന്റെ കൃപയാൽ ആമേൻ ഹല്ലേലൂയ. എനിക്കും ഉണ്ട് 10ാം ക്ലാസ്സിലെ ഗ്രൂപ്പും +2 ഗ്രൂപ്പും. ഭാഗ്യവശാൽ ഡിഗ്രിയുടെ ഗ്രൂപ്പ് വന്നിട്ടില്ല. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഒരു ഗ്രൂപ്പിനകത്തും കയറി ആമേൻ ചാറ്റ് ചെയ്യാൻ സമയമില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. കാരണം ഇതൊക്കെ ആമേൻ ചിലതിനെയൊക്കെ ഒരു കുടുംബ ജീവിതത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്നിനകത്ത് സന്തോഷമായി ജീവിക്കുമ്പോൾ വിശ്വസ്തത ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വസ്തത ആവശ്യമാണ്. വിശ്വസ്തത ആവശ്യമാണ്. ആമേൻ ഞോണ്ടാൽ നടന്നാൽ ആമേൻ ഞോണ്ടിക്കൊണ്ട് നടന്നാൽ വിടാൻ പറയുന്നത് വിട്ടില്ലെങ്കിൽ നിന്റെ കുടുംബം കുട്ടിച്ചോറാകും. പ്രൈസ് ദി ലോർഡ്. നിന്റെ കുടുംബം തകർന്നു പോകും. പ്രൈസ് ദി ലോർഡ്. ഇത് താൽക്കാലികമാണ്. ഇത് താൽക്കാലികമായിട്ടുള്ളൊരു സന്തോഷമാണ്. ഇത് താൽക്കാലികമായിട്ടുള്ളതാണ്. പക്ഷേ ആമേൻ അവസാനത്തോളം പിടിച്ചു നിൽക്കുവാനുള്ള ദൈവകൃപ ഈ ദിവസങ്ങളിൽ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പക്ഷവാതക്കാരൻ സൗഖ്യം പ്രാപിച്ചപ്പോൾ കർത്താവ് പറഞ്ഞതിതാ, ആമേൻ നീ വന്നതൊക്കെ ശരി, ആമേൻ ഹല്ലേലൂയ, ആമേൻ ആ കട്ടിലിനെ നീ ഇവിടെ ഇട്ടിട്ട് പൊക്കോ, ഇനി ആ കിടക്കയില്ല, ആമേൻ ഇനി ആ കിടക്കയില്ല, നീ കിടക്കേണ്ടി വരത്തില്ല. ദൈവത്തിന്റെ ശക്തി അനുഭവിച്ച പ്രിയ കുടുംബമേ, ഞാൻ പറയട്ടെ, നീ ഇനി കിടക്കത്തില്ല, നീ ഓടാൻ പോവുകയാ. ആമേൻ ഹല്ലേലൂയ. സാക്ഷ്യങ്ങളുമായി ദൈവം നിന്റെ ജീവിതത്തിനകത്ത് തന്ന, ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്ത സകല നന്മകളെയും ഓർത്ത് ആമേൻ നീ സാക്ഷ്യം പറയുവാൻ ഓടുവാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് വിടാൻ പറഞ്ഞാൽ ആമേൻ ഇതിനെ എല്ലാത്തിനെയും ആമേൻ ചേർത്ത് പിടിക്കരുത്. പണ്ട് ഞാൻ ഇതുപോലൊരു ആലോചന സഭയ്ക്കകത്ത് ഞാൻ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, അവിടെയും വേണം ഇവിടെയും വേണം, അങ്ങും ചാടണം ഇങ്ങും ചാടണം. പ്രിയ ദൈവമക്കളെ, അങ്ങനെ നിൽക്കുമെങ്കിൽ ചാടി ചാടി നിൽക്കാനേ പറ്റത്തുള്ളൂ. കുരങ്ങൻ ചാടുന്നത് പോലെ അവിടെയും ചാടും ഇവിടെയും ചാടും. പക്ഷേ ഒരു പ്രശ്നം വന്നാൽ അവിടെയും കാണത്തില്ല ഇവിടെയും കാണത്തില്ല, എല്ലാവരും അങ്ങ് കൈയൊഴിയും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പക്ഷെ ഉറച്ചു നിൽക്കുവാൻ നിന്നോട് കർത്താവ് എന്തെങ്കിലുമൊക്കെ വിടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമേൻ വിടാൻ തയ്യാറായാൽ, പ്രൈസ് ദി ലോർഡ്, ചിലതൊക്കെ ഇട്ടെറിഞ്ഞിട്ട് ഓടാൻ പറഞ്ഞ് നീ ഓടാൻ തയ്യാറായാൽ സ്വർഗം നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഹല്ലേലൂയ. പറഞ്ഞ മെസ്സേജ് എവിടെ നിന്ന് ഓർത്തോളാം, പോകുന്ന ആലോചന എവിടെ നിന്ന് ഓർത്തോളാം. ആമേൻ പണ്ട് ലോത്തിന്റെ ഭാര്യയോട് ആമേൻ ദൂതന്മാർ പറഞ്ഞിതാ, ആമേൻ നീ നേരെ നോക്കി ഓടിക്കൊള്ളാം, ആമേൻ പുറകിലോട്ട് തിരിഞ്ഞു നോക്കരുത്, ആമേൻ നോക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ നോക്കരുത്. പ്രൈസ് ദി ലോർഡ്. നീ കാണരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ കാണരുത്, അരുതെന്ന് പറഞ്ഞത് നീ ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അത് ചെയ്തിട്ട് പിന്നെ നീ എവിടെ കിടന്ന് ആമേൻ കടലിന്റെ നടുക്ക് പോയി കിടന്ന് എത്ര നീ തുഴഞ്ഞാലും ദൈവത്തിന്റെ സ്നേഹം അറിഞ്ഞ നീ, ദൈവത്തിന്റെ കരുതൽ അറിഞ്ഞ നീ, ദൈവത്തിന്റെ കൃപയെന്ന് അനുഭവിച്ചറിഞ്ഞ നീ ആമേൻ തുഴഞ്ഞാൽ അവിടെ കിടന്ന് തുഴയത്തേ ഉള്ളൂ, വിടിവിപ്പാൻ ആരും ഉണ്ടാകത്തില്ല. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിവിപ്പാൻ ആരും ഉണ്ടാകത്തില്ല. അത് 100% സത്യവാ. കർത്താവ് ഒത്തിരി അവസരം നിനക്ക് തരും. മടങ്ങി വാ. പ്രൈസ് ദി ലോർഡ്. നീ മടങ്ങി വാ. ആമേൻ നീ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക. ആമേൻ നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുക. ആമേൻ ഒത്തിരി പേരിലൂടെ പറയും, ആമേൻ ഞങ്ങളിലൂടെ മാത്രമല്ല, നിങ്ങൾ കേൾക്കുന്നതെല്ലാം ഇങ്ങനെയുള്ള മെസ്സേജസ് ആയിരിക്കും. പക്ഷെ ഇതൊന്നും അംഗീകരിക്കുവാൻ പറ്റത്തില്ല. ഇന്നത്തെ സന്തോഷത്തിൽ ആമേൻ ഇന്നത്തെ സമാധാനത്തിൽ അതൊന്നും അംഗീകരിക്കുവാൻ ഒരു പക്ഷെ കഴിഞ്ഞിട്ട് വരത്തില്ല. പക്ഷെ പിടിപിടിക്കുമ്പോ പിന്നെ ഒരിടത്തും രക്ഷപ്പെടാൻ പറ്റാതെ വരുമ്പോ പിടിയെല്ലാം വിടുമ്പം ആമേൻ കേറി വരുന്നൊരു അനുഭവമുണ്ട്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അപ്പോൾ ഏകദേശമൊക്കെ അങ്ങ് കഴിഞ്ഞു പോയിരിക്കും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസത്തിൽ ആമേൻ ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ വെള്ളിയാഴ്ചത്തെ മീറ്റിങ്ങിന് കടന്നു വരുന്നതിന് മുമ്പ് ഒരു ആൻറ്റി എന്നെ വിളിച്ചു. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ആമേൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ആമേൻ മോളെ ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ ആൻറ്റി പ്രാർത്ഥനാ വിഷയം? അതെൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഒരു പക്ഷേ എൻ്റെ ശബ്ദമാ മാതാവ് കേൾക്കുന്നുണ്ടായിരിക്കും, മറ്റൊന്നും ചിന്തിക്കരുത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവിന് ക്യാൻസറാണ്, 4th സ്റ്റേജ് ആണ്. ആമേൻ ശരീരം മുഴുവനും ആമേൻ ബുദ്ധിമുട്ടിലായിരിക്കുന്നു. പക്ഷേ അവർക്ക് ഭാരം, അവർ സ്നാനപ്പെട്ടതാണ്, ദൈവകൃപയിൽ
നിൽക്കുന്നതാണ്, ഞാൻ അവിടെ ടീച്ച് ചെയ്യുവാൻ പോകുന്നു, ഇവിടെ ടീച്ച് ചെയ്യാൻ പോകുന്നു, ഇന്ന ബൈബിൾ കോളേജിലൊക്കെ ആൻറ്റി ഘോരം എന്നോട് പറഞ്ഞു. പക്ഷേ ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെയാ ദൈവത്തെ ആരാധിക്കുന്നത്? അയ്യോ, ഞാൻ പണ്ടേ ആ പാരമ്പര്യത്തിനകത്ത് അവിടെ നിന്ന് എനിക്ക് അവരെ നേടിയെടുക്കുവാനുള്ള ഒരു അഭിഷേകമാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, ആൻറ്റി നിങ്ങൾ അഭിഷേകം പ്രാപിച്ചവരാണ്, അന്യഭാഷ പറയുന്നവരാണ്, നിങ്ങൾ പറഞ്ഞു ഞായറാഴ്ച നിങ്ങൾ എവിടെയാ ആരാധനയ്ക്ക് കടന്നു പോകുന്നത്? എനിക്ക് പറയാൻ പറ്റത്തില്ല. ആമേൻ. അവർ പറഞ്ഞു, ഞാൻ എൻ്റെ പാരമ്പര്യ കൂട്ടിനകത്ത്. ഞാൻ പറഞ്ഞു, ഓക്കെ ശരി, ആമേൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്നോട് പറഞ്ഞു, മോളെ എൻ്റെ ഭർത്താവിന് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുക. ആമേൻ. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നീക്കുപോക്ക് കണ്ടില്ല. ഞാൻ പറഞ്ഞു, ആൻറ്റി ആമേൻ, പ്രാർത്ഥിച്ചിട്ടൊന്നും എനിക്ക് യാതൊരുവിധ പോസിറ്റീവ് കിട്ടുന്നില്ല, നെഗറ്റീവാണ് ആൻറ്റി. പക്ഷെ പ്രാർത്ഥിക്കാം. പക്ഷേ നിങ്ങൾ ദൈവസ്ഥനിൽ നിങ്ങളെ വിളിച്ചവൻ്റെ വിളിക്കനുസരിച്ച് നിങ്ങൾ ഇറങ്ങുമെങ്കിൽ ആമേൻ ദൈവം പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. ആമേൻ. ഈ മാതാവിന് പെട്ടെന്ന് എന്നോട് കോപം തോന്നി. എന്നോട് പറഞ്ഞത് ഇതാ, ഞാൻ 15 പാസ്റ്റേഴ്സിന്റെ ഫാമിലിയിൽ വിളിച്ചു, 15 പ്രയർ ഗ്രൂപ്പിൽ വിളിച്ചു. ഈ 15 പേരും പറഞ്ഞത് ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. 10 പേര് പറഞ്ഞു ആമേൻ ഹല്ലേലൂയ, ആമേൻ സൗഖ്യം പ്രാപിക്കും. ആമേൻ. 5 പേർ പറഞ്ഞു ആമേൻ ഹല്ലേലൂയ, ഞങ്ങൾക്കിത് ഹാൻഡിൽ ചെയ്യുവാൻ പറ്റത്തില്ല. പക്ഷെ സിസ്റ്ററോട് പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഇതിനൊരു നീക്കുപോക്കില്ല. ഞാൻ പറഞ്ഞു, മാനുഷികമായി ചിന്തിക്കുമ്പോഴും ആമേൻ എന്നോട് ദൈവാത്മാവ് പറഞ്ഞതനുസരിച്ച് 4th സ്റ്റേജാ. ആമേൻ. നമ്മൾ സാമാന്യം ബുദ്ധിയുള്ള മനുഷ്യരാ. ആമേൻ. 4th സ്റ്റേജ് എന്ന് പറയുമ്പോൾ ആ ശരീരത്തിന്റെ ബോൺസും ആമേൻ മജ്ഞകളും എല്ലാം ഞരമ്പുകളെല്ലാം വേർവിട്ടവണ്ണം. കാരണം RCC ഞങ്ങൾ ഒത്തിരി തവണ കയറി ഇറങ്ങിയതാ. ആമേൻ ഹല്ലേലൂയ. ഞങ്ങൾക്കറിയാം അവിടെയുള്ള പേഷ്യൻസിനെ കാണുമ്പോൾ, അങ്ങനെയുള്ള വ്യക്തികളെ കാണുമ്പോൾ ആമേൻ എന്താണ് അവരുടെ ശരീരത്തിന്റെ ഫൈനൽ സ്റ്റേജ് എന്ന്. ഞാൻ പറഞ്ഞു, ആൻറ്റി അതിൻ്റെ ഒരു വശം വെച്ച് ഞാൻ ആൻറ്റിയോട് സംസാരിച്ചു. പരിശുദ്ധാത്മാവും എന്നോട് പറഞ്ഞു, ആമേൻ ഹല്ലേലൂയ, ഇതിനൊരു നീക്കുപോക്കില്ല. പക്ഷേ നിങ്ങൾ ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനത്തിനനുസരിച്ച് നിങ്ങൾ നിൽക്കുമെങ്കിൽ ഇതുപോലെ കഷ്ടം അനുഭവിക്കുന്ന ഒത്തിരി പേർക്ക് പ്രാർത്ഥിച്ച് ബലം പകരുവാൻ നിങ്ങളെ ദൈവം ബലപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആമേൻ, നിങ്ങളുടെ പാരമ്പര്യത്തിനകത്തു നിന്ന് വിട്ടറിഞ്ഞ് നിങ്ങൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമെങ്കിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ആൻറ്റി പറഞ്ഞത് ഇതാ, എനിക്ക് സൗഖ്യമായില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഈ പാരമ്പര്യം വിടാൻ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ആൻറ്റിയുടെ ഉള്ളിനകത്തിരിക്കുന്ന ആത്മാവിൻ്റെ തീ എന്താണെന്ന്. പ്രൈസ് ദി ലോർഡ്. അവരെന്താണ്ടൊക്കെയോ എന്നെ പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പ്രത്യേകിച്ച് അന്ന് വെള്ളിയാഴ്ചയും കൂടെയാണല്ലോ. അന്നത്തെ മെസ്സേജിന് ഒരു ഭയങ്കര ഇൻസ്പിറേഷനും ഭയങ്കര ആത്മസാന്നിധ്യവും കർത്താവ് എനിക്ക് നൽകും. കാരണം ഓരോ നിന്നയും ഓരോ വാക്കും എൻ്റെ അടുത്തൊരു ചവിട്ടുപടിയാ. ആമേൻ. അങ്ങനെ ചിന്തിച്ച് മുൻപോട്ട് പോകുന്നൊരു വ്യക്തിയാ ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ആൻറ്റിയോട് പറഞ്ഞു, ആമേൻ, ഫോൺ വെച്ചു. ആമേൻ. എനിക്ക് തോന്നുന്നു ആമേൻ കഴിഞ്ഞ ഒരു 3-4 ദിവസത്തിന് മുമ്പ് എന്നെ ആൻറ്റി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അമരവിള എവിടെയാ മീറ്റിംഗ് നടക്കുന്നത്? ഞാൻ ചോദിച്ചു, എന്ത് പറ്റി ആൻറ്റി? എനിക്ക് ആ പാരമ്പര്യത്തെ വിട്ടറിഞ്ഞ് ആമേൻ നിങ്ങളോടൊപ്പം വന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ആൻറ്റി അങ്ങനെയല്ലല്ലോ അന്ന് പറഞ്ഞത്, അതിന് കാരണം എന്താണ്? ആമേൻ. അന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ അന്ന് ഒരു ബോട്ടിൽ വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്തു. ആമേൻ. ആ സഹോദരി പറഞ്ഞതാണ്, അന്ന് ആ വെള്ളം കൊടുത്തതിന് ശേഷം എൻ്റെ ഭർത്താവ് രാത്രി കിടന്നുറങ്ങുന്നു. അല്ലെങ്കിൽ ആമേൻ രാത്രിയെ പകലാക്കി വേദന സഹിക്കുവാൻ കഴിയാതെ വണ്ണം ആമേൻ അസ്ഥികളൊക്കെ പൊട്ടുന്നത് പോലെ ആ പിതാവ് അറിഞ്ഞുകൊണ്ടിരുന്നു. ആമേൻ. ഫോണിൽ സംസാരിക്കുവാൻ പറ്റത്തില്ല. അതിൻ്റെ റേഡിയേഷൻ, അതിൻ്റെ ആ ചൂട് ആ പിതാവിന് വല്ലാത്ത അസ്വസ്ഥതയുണ്ടായിരുന്നു. ഞാൻ ആ പിതാവിന് ഫോണിലൂടെ പ്രാർത്ഥിക്കുവാനിടയായി. ഞാൻ പറഞ്ഞു, ആമേൻ അങ്ങളെ വീണ്ടും ഞാൻ പറയാം, ആമേൻ ദൈവം സൗഖ്യമാക്കി ശരിയാ, പക്ഷേ ആമേൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നടക്കൂ. ആമേൻ. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പറയുവാനിടയായി, ആ പിതാവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പിതാവ് മാറ്റപ്പെട്ടപ്പോൾ അവർക്ക് പാരമ്പര്യം വിട്ടിറങ്ങുവാൻ ആമേൻ ചിന്ത വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അതാ പറഞ്ഞത്, അത് ഞാൻ ഉറപ്പിക്കുവാനാ പറഞ്ഞത്. ചിലത് കർത്താവ് നിന്നോട് വിടാൻ പറഞ്ഞാൽ ആമേൻ വിട്ടില്ലെങ്കിൽ ചിലത് പഠിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. അവർ നേരത്തെ ഒരുപക്ഷെ വിടാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ആ പിതാവും അവരുമായി ഒരുപാട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ആമേൻ. എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞിട്ടും, എത്ര കൃപാവരമുണ്ടെന്ന് പറഞ്ഞിട്ടും ആമേൻ ചിലതൊക്കെ വിട്ടറിഞ്ഞ് ഒരുമിച്ച് ഒരു കുടക്കീഴിൽ മുട്ടുകുത്തുവാൻ തയ്യാറായില്ലെങ്കിൽ ചില ജീവിതങ്ങളൊക്കെ പരാജയമാ. ഇന്ന് മിക്ക കുടുംബങ്ങൾക്കകത്തും നടക്കുന്ന പരാജയം ഇതാണ്. പലതും വിടാൻ തയ്യാറായല്ല, വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ല. ഇന്ന് പകലിൽ ആമേൻ ഹല്ലേലൂയ പക്ഷവാതക്കാരൻ സൗഖ്യം പ്രാപിച്ച ഉടനെ അവന്റെ കിടക്കയെടുത്ത് കളഞ്ഞ് അവൻ
അവന്റെ കുടുംബത്തിലേക്കും ദേശത്തിലേക്കും സാക്ഷ്യമായി ഓടിയതുപോലെ ഇന്ന് പകലിൽ നന്മ പ്രാപിക്കുമ്പോൾ ഇടേണ്ടതിനെ ഇട്ടെറിഞ്ഞുകൊണ്ട് ഓടാൻ തയ്യാറാണെങ്കിൽ ജൂഡമന ശംധന റഗൽ ഘടകസി ദീപൽ പ്രൗഢവന ദീപല ഘടക ശംധന റഗൽ പ്രൗഢവന നിന്റെ ജീവിതത്തിനകത്ത് ചില മാറ്റങ്ങളെ ആമേൻ ഹല്ലേലൂയ കുറിവാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ സൗഖ്യമാകുവാൻ കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിലും അവന്റെ സാന്നിധ്യം ശക്തി കൂടെയുണ്ട്. ചില ബന്ധനങ്ങളിൽ നിന്ന്, ചില കെട്ടുകൾക്കകത്ത് നിന്ന്, ചില പാരമ്പര്യങ്ങൾക്കകത്ത് നിന്ന് പരിശുദ്ധാത്മാവ് ചിലതിനെയൊക്കെ കൊണ്ടുവരുവാൻ പോകുക. ജൂഡമന ഹതനഘടകശി വിശ്വസ്തകർത്താവേ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശുശ്രൂഷിപ്പാൻ അടിയനെ കർത്താവ് ഇത്രത്തോളം ശക്തിയോടെ എടുത്തുപയോഗിച്ചു. അങ്ങ് പറഞ്ഞ ആലോചനകൾ അറിയിക്കുവാനിടയായി ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിടേണ്ടത് വിട്ട് ദൈവിക കൃപകളെ പ്രാപിച്ച് ചില ചുമക്കുന്ന അനുഭവങ്ങളെ മാറ്റി കർത്താവ് വലിയ അത്ഭുതങ്ങളെ ചില കുടുംബങ്ങൾക്കകത്തങ്ങ് ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.